ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജന്ന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഗണിതശാസ്ത്രത്തിൽ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള 100% ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ചോദ്യത്തിൻ്റെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ചോദ്യം തരും. അത് നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്നവരാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്ന്? ഉത്തരം ഡിസംബർ 22. ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെ? ഉത്തരം ആർക്കിമിഡീസ്, ന്യൂട്ടൺ, ഗോസ്. കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ബ്ലെയ്സ് പാസ്കൽ. ത്രികോണമിതി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഹിപ്പാക്കർസ്. സങ്കലന ചിഹ്നം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോഹൻ വിഡ്മാൻ. വ്യവകലന ചിഹ്നം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോഹൻ വിഡ്മാൻ. സമചിഹ്നം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം റോബർട്ട് റിക്കാർഡ്. ഹരണചിഹ്നം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോൺ പയൽ. റുബിക്സ് ക്യൂബ് കണ്ടെത്തിയത് ആര്? ഉത്തരം എർണോ റുബിക്സ്. ശാസ്ത്രങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ഗണിതശാസ്ത്രം. ജ്യാമിതിയുടെ പിതാവ് ആര്? ഉത്തരം യൂക്ലിഡ്. ലോഗരിതത്തിന്റെ പിതാവ് ആര്? ഉത്തരം ജോൺ നേപ്പിയർ. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം ശകുന്തള ദേവി. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം പൈതഗോറസ്. എലമെന്റ്സ് എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം യൂക്ലിഡ്. അൽമജാസറ എന്ന ഗണിതശാസ്ത്രകൃതി രചിച്ചത് ആര്? ഉത്തരം ക്ലോഡിയോസ് ടോളമി. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞൻ? ഉത്തരം ബർട്രൻഡ് റസ്സൽ. സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആര്? ഉത്തരം കപിലൻ. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ഐസക് ന്യൂട്ടൺ. സംഖ്യകൾക്ക് പകരം അജ്ഞാത രാശികൾ കൈകാര്യം ചെയ്യുന്ന ഗണിതശാസ്ത്ര ശാഖ ഏത്? ഉത്തരം ബീജഗണിതം. ഭാരതത്തിലെ പ്രസിദ്ധ സംഖ്യാശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം DR കാപ്രേക്കർ. ഗണിതസാര സംഗ്രഹം എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഉത്തരം മഹാവീരൻ. ലോകചരിത്രത്തിൽ ഏറ്റവും അധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബം ഏതാണ്? ഉത്തരം ബർണൗലി കുടുംബം. ചിത്രകാരനായ ഗണിതശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി. ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം കാൾ ഫെഡറിക് ഗൗസ്. ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഹൈദരാബാദ്. പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ബ്രഹ്മഗുപ്തൻ. ദശാംശ ചിഹ്നം ഉപയോഗിച്ച് ആദ്യമായി സംഖ്യ എഴുതിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം പെല്ലോസ് പെല്ലിസാറ്റി. ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണ്?
ഉത്തരം ഭാസ്കരാചാര്യർ. പ്രസിദ്ധ പേർഷ്യൻ കവിയായ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഒമർ ഖയ്യാം. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. ക്ഷേത്രഗണിതത്തിൽ അറിവ് നേടാത്തവർ ഈ പടി കടക്കാതിരിക്കട്ടെ. ഈ വാചകം എവിടെ എഴുതപ്പെട്ടതാണ്? ഉത്തരം പ്ലേറ്റോയുടെ അക്കാദമി. ശ്രീനിവാസ രാമാനുജന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഹാർഡി. സിദ്ധാന്ത ശിരോമണി എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം ഭാസ്കരൻ II. മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമായ യുക്തിഭാഷയുടെ കർത്താവാര്? ഉത്തരം ബ്രഹ്മദത്തൻ. ആര്യഭടന്റെ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം ആര്യഭടീയം. സ്വർഗത്തിന്റെ സമ്മാനമാണ് എന്ന് പണ്ഡിതന്മാർ വിളിക്കുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏത്? ഉത്തരം എലമെന്റ്സ്. അനന്തങ്ങളുടെ എണ്ണം അനന്തമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം കാൻഡർ. കാപ്രേക്കർ സ്ഥിരാങ്കം എന്നറിയപ്പെടുന്ന സംഖ്യ ഏത്? ഉത്തരം 6174. ദി ലൈസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് ആര്? ഉത്തരം അരിസ്റ്റോട്ടിൽ. മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥി ഏത്? ഉത്തരം യുക്തിഭാഷ. രാമാനുജൻ സംഖ്യ എത്രയാണ്? ഉത്തരം 1729. പുരാതന കാലത്ത് കണക്കുകൂട്ടാൻ വ്യാപകമായി ഉപയോഗിച്ച യന്ത്രം ഏത്? ഉത്തരം മണിച്ചട്ടം അഥവാ അബാക്കസ്. ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം ഏത്? ഉത്തരം 2012. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? ഉത്തരം 2. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഗണിത അധ്യാപിക ആര്? ഉത്തരം ഹൈപ്പേഷ്യ. ഒന്നിനെ തുടർന്ന് 100 പൂജ്യങ്ങൾ വരുന്ന സംഖ്യയെ ഗണിതശാസ്ത്രത്തിൽ പറയുന്ന പേര്? ഉത്തരം ഭൂഗോൾ സംഖ്യ. മാത്തമാറ്റിക്സ് എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഉത്തരം മാത്തമാറ്റ. ഭൂഗോൾ എന്ന ആ സംഖ്യയെ നാമകരണം ചെയ്തത് ആര്? ഉത്തരം അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞനായ എഡ്വേർഡ് കാസ്നർ. ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക എത്ര? ഉത്തരം 625. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം. ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനക്കാരനാണെന്നാണ് ചോദ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.